Matthew Thomas and Neslin. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. Okay. നിങ്ങൾ ഹാങ് ഔട്ട് ചെയ്യാറുണ്ടോ? Only more often. അല്ല ഞങ്ങള് ഷൂട്ടിലായിരിക്കും. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് സിനിമ ചെയ്യുന്നില്ല. ഒരുമിച്ച് സിനിമ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. അങ്ങനെ വർക്ക് ചെയ്യുന്ന പോലെ ഒന്നും തോന്നത്തില്ല. അല്ലെങ്കിൽ ഞങ്ങള് ഒരേ ജിമ്മിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ ഇടയ്ക്ക് പോയി കാണും. അവൻ വന്ന് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് പൊട്ടൻഷ്യൽ ഒക്കെ ചെയ്യുന്ന ആരാണ്? നെസ്ലിൻ ഇപ്പൊ ഒരു അല്ലല്ല അതുകൊണ്ടല്ല, അവൻ ഇപ്പൊ ഒരു പടം വരുന്നുണ്ട്. അപ്പൊ അവൻ ആക്ച്വലി അതിന് വേണ്ടി ഒരു 6 to 8 months ഒക്കെ ഫുള്ളി ട്രെയിൻ ഡയറ്റ് ഒക്കെ ചെയ്ത് അത് വരും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ ഭയങ്കര ഫുള്ളി ഭയങ്കര പമ്പായിട്ട് ഒരു പരിപാടിയാണ്. അവൻ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് കാണുന്നുണ്ട് ജിമ്മിൽ വരുമ്പോഴായാലും അതിന്റെ കാര്യങ്ങളായാലും ഒക്കെ അവൻ ഭയങ്കര അധികം എഫേർട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട്. കപ്പിൾ എന്താണ് മെയിൻ ആയിട്ട് നമ്മുടെ ക്യാരക്ടേഴ്സ്, വാട്ട് അട്രാക്റ്റഡ് യു മോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്യു? ഇത് ആക്ച്വലി ഒരു 2-3 years ആയിരുന്നു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 years ആയി. ഡിഫറെന്റ് റീസൺസ് കാരണം അവർക്കത് റിലീസ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആ സമയത്ത് കേൾക്കുമ്പോൾ സ്പോർട്സ് ഡ്രാമ അധികം വന്നിട്ടില്ല. സ്പോർട്സ് ഡ്രാമ ആസ് ഇൻ ബാക്ക് ബെൻഡിലൊരു സ്പോർട്സ് ഡ്രാമ വന്നിട്ടില്ല. സ്പോർട്സ് ഡ്രാമകൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് എക്സൈറ്റിംഗ് ആയിരുന്നു. നമ്മൾ ആക്ച്വലി ഷൂട്ട് ടൈമില് ഓവർ ടൈം നല്ല ഫ്രണ്ട്സ് ആയി. സോ അങ്ങനെ ഒരു കംഫർട്ട് കിട്ടിയപ്പോ കുറെ സീക്വൻസസ് ചെയ്ത് വന്നപ്പോ കംഫർട്ട് കാരണം ഈസിയർ ആയിരുന്നു. ഇപ്പൊ പൊതുവെ അറിയില്ല, ഇപ്പൊ മാത്യു വിജയുടെ കൂടെ അഭിനയിക്കുന്നു. ഇപ്പൊ വരികയാണെങ്കിൽ ഒരു അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമായിരുന്നോ? ഇപ്പൊ ആണെങ്കിൽ റീസെന്റ് അത് ആക്ച്വലി മാത്യു അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കില്ല. അതാണ്. പക്ഷെ ആദ്യം ഒരു ഇന്റിമിഡേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, വലിയ ആക്ടർ വിജയുടെ ഒക്കെ വിജയ് സാറിനോട് ഒക്കെ അഭിനയിച്ച് അങ്ങനെ ആദ്യം ഉണ്ടായിരിക്കും ആയിരുന്നു. ബട്ട് സംസാരിച്ചു വരുമ്പോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ബോയ് നെക്സ്റ്റ് ഡോർ ഫീലാണ്. എന്താ പൊക്കി പോണട്ടാ. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ ധനുഷിന്റെ ഒരു സോങ് എങ്ങനെ ഉണ്ടായിരുന്നു ആ വർക്ക് എക്സ്പീരിയൻസ്? ആൽബം ആണോ? അല്ലല്ല, അത് സാർ ഡയറക്ട് ചെയ്യുന്ന ഒരു പടമാണ്. പടത്തിലൊരു പാട്ടാണ്. ഇപ്പൊ അത് പാട്ട് മാത്രം അത് ഒരു ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറി ആസ് ഇൻ കുറെ പേരുണ്ട്. ഞങ്ങളൊരു 5-6 പേരുള്ള ഒരു ഗ്യാങ്, അവരുടെ ഇടയിലുള്ള ഇതും ഒരു യൂഷ്വൽ ലവ് സ്റ്റോറിയാണ്. അങ്ങനെ പുതിയതായിട്ടൊന്നും ഇല്ല. പക്ഷെ സാർ ഡയറക്ട് ചെയ്യുന്ന 3ാമത്തെ സിനിമയാണ് റായിന് ശേഷം. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്.